ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ സൂപ്പർ നാച്ചുറലായി പ്രവർത്തിക്കുവാനിടവരും. പ്രകൃതിയാതീതമാകുന്ന നിലകളിൽ പ്രവർത്തിക്കുവാനിടവരും. കഴിഞ്ഞുപോയ എല്ലാ എപ്പിസോഡുകളിലും ഞാൻ ഇതേ ആലോചന തന്നെയാണ് പങ്കുവച്ചു കൊണ്ടിരിക്കുന്നത്. വിശേഷാൽ ബൈബിളിലെ ആരംഭ പുസ്തകങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രകൃതിയാതീതമാകുന്ന പ്രവർത്തികളെക്കുറിച്ച് കഴിഞ്ഞുപോയ എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു. പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് മോശയുടെ ചരിത്രം കാണുവാൻ കഴിയുന്നുണ്ട്. മോശ ഒത്തിരി സൂപ്പർ നാച്ചുറൽ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു. പഴയ നിയമത്തിലെ ഏറ്റവും ശക്തനാകുന്ന പ്രവാചകൻ, ഏറ്റവും വലിയ പ്രവാചകൻ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കുവാൻ കഴിയും. മോശയുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അമാനുഷിക പ്രകൃതിയാതീതമാകുന്ന ഒരു സംഭവമാണ് ചെങ്കടലിനെ രണ്ടായി യഹോവയാകുന്ന ദൈവം വിഭജിക്കുവാനിടയായി, പിളർക്കുവാനിടയായി, വിഭാഗിക്കുവാനിടയായി. ആ സംഭവം നമുക്ക് പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. 14-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ദൈവം മോശയെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. മോശ കടലിന്മേൽ കൈ നീട്ടി, യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. അത് മാനുഷികമായി ചിന്തിക്കുമ്പോൾ എന്ത് വിശദീകരണം നമുക്കതിന് കൊടുക്കുവാൻ കഴിയും? യഹോവയാകുന്ന ദൈവം ചെയ്ത ഈ അമാനുഷികമാകുന്ന പ്രവൃത്തി, ഈ പ്രകൃതിയാതീതമാകുന്ന പ്രവൃത്തി രസകരമല്ലേ? ആ ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവിലൂടെ ഉണങ്ങിയ നിലത്തുകൂടെ പോകുമ്പോൾ അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. വെള്ളം കൊണ്ടുള്ളൊരു മതിൽ നിങ്ങൾക്കിതുവരെയും കാണുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? മോശയുടെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രകൃതിയാതീതമാകുന്ന സംഭവങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. മോശ അങ്ങനെ ഒരു ശുശ്രൂഷകനായി തീരണമെന്നോ ദൈവത്തിൻ്റെ ഒരു പ്രവാചകനായി തീരണമെന്നോ ദൈവിക ശുശ്രൂഷയിൽ പ്രവേശിക്കണമെന്നോ എന്നുള്ള ആഗ്രഹങ്ങളൊന്നും തന്നെ ആരംഭത്തിലുണ്ടായിരുന്നു. പിന്നീട് അത് ഉപേക്ഷിച്ച് കളഞ്ഞു. തൻ്റെ ആരംഭ സമയങ്ങളിൽ മിസ്രൈമിൽ നിന്ന് ദൈവജനത്തെ, ഇസ്രായേൽ ജനത്തെ വിടുവിക്കണം, അതിനൊരു രക്ഷകനായി തീരണമെന്നൊക്കെ തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് തൻ്റെ ജീവിതത്തിൽ വന്ന പരാജയങ്ങൾ, മിസ്രൈമിൽ നിന്ന് മിദ്യാനിലേക്ക് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു, അതെല്ലാം മുഖാന്തരമായിട്ട് അതെല്ലാം ഉപേക്ഷിച്ചു. ഇനിയിപ്പോൾ അതൊന്നും നടക്കാൻ പോകുന്നില്ല, അതെല്ലാം കഴിഞ്ഞുപോയി, അതെല്ലാം പഴയ ചരിത്രം. അതിനിടയിലാണ് 80 വയസ്സുള്ള സന്ദർഭത്തിൽ നമുക്ക് 3-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഒരിക്കൽ അമ്മായപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട്, ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് മോശ ഹോരേബ് പർവ്വതത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ, ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ വളരെ അവിചാരിതമായിട്ട്, അപ്രതീക്ഷിതമായിട്ട് പ്രകൃതിയാതീതമാകുന്നൊരു കാര്യം കാണുകയാണ്. മുൾപ്പടർപ്പിൽ തീ കത്തുന്നു. മുൾപ്പടർപ്പ് അത് മുഖാന്തരം നശിച്ചു പോകുന്നില്ല, അല്ലെങ്കിൽ വെന്തു പോകുന്നില്ല. ആ മുൾപ്പടർപ്പിൽ ഒരു ദൂതൻ പ്രത്യക്ഷനായ, ആ അഗ്നിയിൽ നിന്നുകൊണ്ടൊരു ദൂതൻ മോശയോട് സംസാരിക്കുകയാണ്. ഇത് സാധാരണ കാഴ്ചയാണ്. ഈ വ്യക്തിയുടെ മേലുള്ള വിളി അസാധാരണമായിരിക്കുന്നതിനാൽ അസാധാരണമാകുന്ന ഒരു ഇടപെടലിലൂടെ ദൈവം ആ വ്യക്തിയെ തൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുകയാണ്. ദൈവിക വിളി അത്ഭുതകരമാണ്. എല്ലാവർക്കും ദൈവവേല ചെയ്യുവാൻ വേണ്ടി, പൂർണ്ണസമയം യേശുക്രിസ്തുവിൻ്റെ വചനം പ്രസംഗിക്കുവാൻ വേണ്ടി വിളി ലഭിച്ചെന്ന് വരില്ല. അങ്ങനെ ഒരു വിളി ലഭിച്ച വ്യക്തി, ആ വ്യക്തി വളരെ പ്രത്യേകതയുള്ള വ്യക്തി എന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. സാധാരണ എല്ലാവർക്കും ലഭിക്കാത്ത ഒരു വിളിയാണത്. ലോകത്തിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞിനെക്കുറിച്ചും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഭൂമിയിൽ പല ദൗത്യങ്ങളുണ്ട്. ഇവിടെ അധ്യാപകരുണ്ട്, ഡോക്ടേഴ്സുണ്ട്, എൻജിനീയേഴ്സുണ്ട്. അങ്ങനെയുള്ള പല ദൗത്യങ്ങൾക്ക് വേണ്ടി പലരും ഈ ഭൂമിയിലായിരിക്കുന്നു. ദൈവം അവരെ ആ ദൗത്യങ്ങളിൽ ആക്കുമ്പോൾ തന്നെ അവരെല്ലാം യേശുക്രിസ്തുവിൻ്റെ പ്രകാശം വഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം അവരെ യേശുവിൻ്റെ വചനം പ്രസംഗിക്കുവാൻ വേണ്ടി തന്നെ കർത്താവരെ ആ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി മാത്രം അവരെ ഈ ഭൂമിയിൽ ജനിപ്പിക്കുന്നു.
പൗലോസ്, അദ്ദേഹത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാൻ വേണ്ടി മാത്രമാണ് ആ മകൻ ഈ ഭൂമിയിൽ ജനിച്ചത്. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. പത്രോസ്, ദൈവത്തിൻ്റെ ഉദ്ദേശം ആ വ്യക്തി ഒരു അപ്പോസ്തലനായി തീരണം, യേശുവിൻ്റെ ഒരു ദാസനായി തീരണം. അതായിരുന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ള ദൈവോദ്ദേശം. ഇരമ്യാവ് ദൈവത്തിൻ്റെ പ്രവാചകനായി തീരണം. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. അങ്ങനെ പൂർണ്ണമായിട്ടുമുള്ള ദൈവീക പ്രവർത്തികൾക്ക് വേണ്ടി, യേശുവിൻ്റെ വചനം പ്രസംഗിക്കുവാൻ വേണ്ടി മാത്രമുള്ള ദൗത്യത്തിന് വിളി ലഭിക്കുന്നവർ വളരെ പ്രത്യേകതയുള്ളവരാണ്. സാധാരണമാകുന്ന കാര്യമല്ല. മോശയ്ക്ക് അതാണ് ലഭിച്ചത്. ഏകദേശം 24 വർഷങ്ങൾക്ക് മുന്നമേ എൻ്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. ആ സന്ദർഭത്തിൽ വ്യക്തിപരമായി എനിക്കും ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ലോകപ്രകാരം എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ യേശുവിൻ്റെ വചനം പ്രസംഗിക്കുക എന്നത് എൻ്റെ ഹൃദയത്തിലൊരു സ്വപ്നമായിരുന്നില്ല, ഒരാഗ്രഹമായിരുന്നില്ല. അവിടെ വഴിതിരിച്ചു വിട്ട് യേശു നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച്, വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച് എന്നെക്കൊണ്ട് സമ്മതിപ്പിച്ചു. ഒത്തിരി വഴി അടഞ്ഞു പോകുവാനിടയായി. എനിക്ക് സഹായം ലഭിക്കും എന്ന് വിചാരിച്ചിരുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം സഹായം മുടങ്ങിപ്പോയി. ആരും എന്നെ സഹായിക്കുവാൻ കഴിയാത്ത നിലയിൽ ഞാൻ ആ സമയത്തൊരു കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. എനിക്കൊരു ജോലിക്ക് വേണ്ടിയുള്ള ശ്രമം, മറ്റൊരു രാജ്യത്ത് പോകുവാൻ വേണ്ടിയുള്ള ആഗ്രഹം, ഇങ്ങനെയുള്ള വഴികളെല്ലാം അടഞ്ഞുപോയി. ആ വഴികളെല്ലാം അടഞ്ഞു പോയതിന് ശേഷം യേശുവിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഭൂമിയിൽ ഞാൻ ജനിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് യേശുവിൻ്റെ വചനം പ്രസംഗിക്കുവാൻ വേണ്ടിയാണ്. ആ ഉദ്ദേശത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ലഭിച്ചപ്പോൾ വഴികളെല്ലാം അടഞ്ഞു. യേശു വ്യക്തിപരമായി എന്നോട് സംസാരിക്കുവാൻ തുടങ്ങി. അത് നീണ്ട ദിവസങ്ങൾ തുടർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ സമ്മതിച്ചേ തീരുകയുള്ളൂ, ഇനി എനിക്ക് പിന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. അങ്ങനെയാണ് 24 വർഷങ്ങൾക്ക് മുന്നമേ യേശുവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം പൂർണ്ണസമയം യേശുവിൻ്റെ വചനം പ്രസംഗിക്കുവാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിച്ചത്. യുപിയിലായിരിക്കുന്നൊരു ദേവദാസൻ എന്നോട് പറയുവാനിടയായി, താൻ യേശുക്രിസ്തുവിൻ്റെ വചനം പ്രസംഗിക്കണമെന്നോ UP പോലെയുള്ള ഒരു സംസ്ഥാനത്തിൽ കടന്നു ചെന്ന് അവിടെ യേശുവിൻ്റെ സാക്ഷിയായി തീരണമെന്നോ എന്നൊന്നും താൻ ആഗ്രഹിച്ചിരുന്നില്ല. അതൊന്നും തൻ്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്നില്ല. ഒരു ഉന്നതമാകുന്ന ജോലിയുള്ള സന്ദർഭത്തിൽ ആ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന ആ വലിയ ശമ്പളവും അങ്ങനെ സുഖകരമാകുന്നൊരു ജീവിതം നയിച്ചിരുന്ന വ്യക്തി, യേശു നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരുന്നു. ഇതിനപ്പുറത്ത് നിനക്ക് എനിക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ നിന്നെ ഞാനൊരു ദൗത്യമേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു, നീ എൻ്റെ വചനം പ്രസംഗിക്കേണ്ട വ്യക്തിയാണ്. എന്നാൽ അതിനെല്ലാം തട്ടിമാറ്റി അല്ലെങ്കിൽ അതിനെല്ലാം ക്ഷമാപണം ചോദിച്ചുകൊണ്ട്, കർത്താവേ കുറച്ചുകൂടെ കഴിയട്ടെ, 2 വർഷം കൂടെ കഴിയട്ടെ, അല്ലെങ്കിൽ എനിക്കതിനുള്ള കഴിവില്ല, അങ്ങനെയൊക്കെ എക്സ്ക്യൂസസ് കണ്ടെത്തി അതിനെ ഒഴിവാക്കി അദ്ദേഹം പോകുന്നതിൻ്റെ ഇടയിലാണ്. നിങ്ങളാരെങ്കിലും അങ്ങനെ യേശു നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് സംസാരിച്ചു, യേശുവിൻ്റെ വചനം പ്രസംഗിക്കണം, അതിനുവേണ്ടി യേശുവിൻ്റെ മടങ്ങിവരവ് വേഗത്തിൽ സംഭവിക്കാൻ പോകുന്ന ഈ സമയത്ത് തന്നെ യേശുവിന് വേണ്ടി പൂർണ്ണമായി ഇറങ്ങണമെന്നൊക്കെ വിളി ലഭിച്ചവരാരെങ്കിലും ഒഴിഞ്ഞുമാറി നടക്കുന്നു എങ്കിൽ നിങ്ങളോടുള്ളൊരു സന്ദേശമാണ്, ഇനി നിങ്ങൾ ഒഴിഞ്ഞുമാറി നടക്കരുത്. നിങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമായി വിട്ടുകൊടുക്കുകയാണെങ്കിൽ വിശ്വസ്തനാകുന്ന യേശു അത്ഭുതങ്ങൾ നിങ്ങളിലൂടെ ചെയ്തെടുക്കുവാൻ ഇടവരും. ഞാൻ ആ പറഞ്ഞ UPയിലെ പാസ്റ്റർ, അദ്ദേഹം അങ്ങനെ ഒഴിഞ്ഞുമാറി നടന്നൊരു വ്യക്തിയാണ്. എന്നാൽ തൻ്റെ ഒരു യാത്രയുടെ ഇടയിൽ തനിക്ക് ഒരു അപകടം സംഭവിച്ചു. വെള്ളത്തിൽ വീഴുവാനിടയായി, ഒരു കനാലിൽ വീഴുവാനിടയായി. നീന്തറിയാത്ത വ്യക്തി കനാലിൽ വീണ് ആ വെള്ളത്തിൽ ഒഴുകിപ്പോകുമ്പോൾ മുങ്ങുന്ന സമയത്താണ് ആ വെള്ളത്തിൽ കിടന്നുകൊണ്ട് ഒരു തീരുമാനമെടുത്തു, യേശുവേ ഇനി ഒരു ജീവിതം തരികയാണെങ്കിൽ ഞാൻ അങ്ങയുടെ വചനം പ്രസംഗിച്ചു കൊള്ളാം. അത്ഭുതകരമായി കരയ്ക്ക് നിന്നാരോ വെള്ളത്തിൽ ചാടി ആ മകനെ ആ വെള്ളത്തിൽ നിന്ന് രക്ഷിക്കുവാനിടയായി. ആ സമയത്ത് എടുത്ത തീരുമാനം താൻ നടപ്പിലാക്കി. ചിലരുടെ ജീവിതത്തിൽ അവരുടെ വഴികളെല്ലാം അടച്ച്, ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ ആ വരുന്ന സന്ദർഭത്തിൽ അവിടെ യേശു ആ വ്യക്തികളെ യേശുവിൻ്റെ ഉദ്ദേശങ്ങൾ അവരിലൂടെ പൂർത്തിയാക്കുവാൻ വേണ്ടി അവിടുന്ന് അവർക്ക് വേണ്ടി വഴി തുറന്നുകൊടുത്ത്, ഒരു പുതിയ വഴി തുറന്നുകൊടുത്ത് അവരെ അങ്ങനെ നയിക്കുവാൻ വിശ്വസ്തനാണ്. മോശയുടെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. മോശയ്ക്ക് അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നില്ല. എന്നാൽ പ്രകൃതിയാതീതമാകുന്നൊരു സംഭവം അവിടെ ഉണ്ടായി. മുൾപ്പടർപ്പിൽ തീ കത്തുകയാണ്. മുൾപ്പടർപ്പിൽ തീ കത്തി ആ
തീയുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവം മോശയോട് സംസാരിക്കുവാനിടയായി. അവിടെ രസകരമാകുന്നൊരു കാര്യം നിങ്ങൾക്ക് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ അഭിമുഖം നടക്കുന്ന സന്ദർഭത്തിൽ മോശയും യഹോവയാകുന്ന ദൈവവും തമ്മിൽ ആശയവിനിമയം നടത്തുന്ന സന്ദർഭത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം ദൗത്യം മോശയ്ക്ക് കൈമാറുന്ന ആ സന്ദർഭത്തിൽ മോശയുടെ സമീപനം നിങ്ങൾ ശ്രദ്ധിക്കുക. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. ഈ മോശയ്ക്ക് പിൽക്കാലത്തുണ്ടായ പരിവർത്തനം എന്തായിരുന്നു? ആരംഭത്തിൽ ഹോരേബിൽ തീയിറങ്ങിയപ്പോൾ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ടിട്ട് മുഖം മൂടിയ അതേ മോശയുടെ ജീവിതത്തിൽ നമുക്ക് പുറപ്പാട് പുസ്തകം 34-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അതേ മോശ തൻ്റെ ജീവിതം യേശുവിന് വേണ്ടി, തൻ്റെ ജീവിതം യഹോവയാകുന്ന ദൈവത്തിന് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിച്ചപ്പോൾ, അവിടുന്ന് പറഞ്ഞ ആലോചനകൾ അനുസരിച്ചുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് ഒരു ജീവിതം നയിച്ചപ്പോൾ, അവിടുന്ന് പറഞ്ഞ ഓരോ വാക്കുകളും അനുസരിച്ചപ്പോൾ അതിൻ്റെ പരിണതഫലം എന്തായിരുന്നു? 34-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 29 മുതലുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഒരിക്കൽ ആരംഭ സമയത്ത് ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടിയ മോശ, ആ മോശ പർവ്വതത്തിൽ നിന്നിറങ്ങി വരുന്ന സന്ദർഭത്തിൽ അവൻ തന്നോട് അരുളി ചെയ്തത് നിമിത്തം തൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 പലകയുമായി കൽപ്പലകയുമായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സന്ദർഭത്തിൽ തേജസ്സിൻ്റെ നടുവിൽ 40 ദിവസം ഇരുന്ന മോശ അറിയുന്നില്ല, തേജസ്സിൻ്റെ നടുവിലിരുന്ന മോശയുടെ മുഖം പ്രകാശിക്കുകയാണ്, ത്വക്ക് പ്രകാശിക്കുകയാണ്. ത്വക്ക് പ്രകാശിക്കുന്നവനായി മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പിന്നീട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, ആ ഭാഗത്ത് അവൻ്റെ മുഖം ഒരു മൂടുപടമിട്ട് മൂടുകയാണ്. മറ്റുള്ളവർക്ക് അവൻ്റെ മുഖത്തു നിന്ന് പുറപ്പെടുന്ന ആ തേജസ്, ആ വെളിച്ചം അവർക്ക് നേരിടുവാൻ അവർക്ക് ബുദ്ധിമുട്ടായതിനാൽ മറ്റ് പ്രമാണികൾ, മറ്റ് നേതൃത്വത്തിലിരിക്കുന്നവർ അവർ മോശയുടെ മുഖത്ത് നോക്കുവാൻ ഭയപ്പെട്ടു. അതുകൊണ്ട് മോശയോട് ആവശ്യപ്പെടുകയാണ്, നിൻ്റെ മുഖം മറയ്ക്കണം, ഒരു മൂടുപടമിട്ട് നിൻ്റെ മുഖം മറയ്ക്കണം. കാരണം നിൻ്റെ മുഖത്തു നിന്ന് പുറപ്പെടുന്ന ആ തേജസ്സിൻ്റെ രശ്മികൾ ഞങ്ങളുടെ മേൽ തട്ടുമ്പോൾ ഞങ്ങൾക്കത് സഹിക്കുവാൻ വയ്യ. ഒരിക്കൽ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടിയ മോശയുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന മാറ്റമാണ്. അവിടുത്തെ വചനമനുസരിച്ച്, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ താൻ ജീവിതം ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ, വിളിയോട് പ്രതികരിച്ച് വിളി അനുസരിച്ച് യഹോവയുടെ പാതയിൽ നടക്കുവാൻ വേണ്ടി താൻ തയ്യാറായപ്പോൾ, ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ മുഖം പ്രകാശിക്കുവാൻ തുടങ്ങി. തൻ്റെ മുഖത്ത് മറ്റുള്ളവർ നോക്കുവാൻ ഭയപ്പെടുന്ന നിലവാരത്തിൽ തൻ്റെ ജീവിതം ദൈവിക തേജസ്സിനാൽ പൂരിതമാകുവാൻ ഇടവന്നു. ഈ മോശയുടെ ജീവിതത്തിലുണ്ടായ ഒരു അത്ഭുതകരമാകുന്ന സൂപ്പർ നാച്ചുറൽ പ്രവൃത്തിയാണ് 14-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവർ ചെങ്കടലിൻ്റെ അരികിൽ വന്ന സന്ദർഭത്തിൽ അവിടെ 21-ാമത്തെ വാക്യത്തിൽ നമുക്ക് ചില അമാനുഷിക കാര്യങ്ങൾ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്ന്, മോശ കടലിൻ്റെ മേൽ കൈനീട്ടി. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന സന്ദർഭത്തിൽ അവരുടെ യാത്രയുടെ ആരംഭ സമയത്ത് തന്നെ അവരെ സ്വതന്ത്രരായി വിട്ട ഫറവോനും സൈന്യവും അവരെ അനുഗമിക്കുവാനിടയായി. അനുഗമിച്ച സന്ദർഭത്തിൽ അവരുടെ മുൻപിൽ ഒരു തടസ്സവും വെളിപ്പെട്ടു. ചെങ്കടൽ ഒരു തടസ്സമായി വെളിപ്പെടുകയാണ്. ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ 19-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ചില അമാനുഷിക കാര്യങ്ങൾ, സൂപ്പർ നാച്ചുറലാകുന്ന കാര്യങ്ങൾ അവിടെ സംഭവിച്ചത് നിങ്ങൾ ശ്രദ്ധിക്കുക. അനന്തരം ഇസ്രായേല്യരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടക്കുവാനിടയായി. ഈ ജനം 20 ലക്ഷത്തോളം ആളുകൾ, ഏകദേശം 6 ലക്ഷത്തോളം പുരുഷന്മാരുണ്ട്, പിന്നീട് ഭാര്യമാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാം കൂടെ ചേർന്ന് 20 ലക്ഷത്തോളം ആളുകളുണ്ട്. ഈ 20 ലക്ഷത്തോളം ആളുകൾ മിസ്രൈമിൽ നിന്ന് യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവരെ നയിച്ച ഒരു ദൂതൻ മുന്നിലുണ്ടായിരുന്നു. ആ ദൂതൻ്റെ സംരക്ഷണം അവർക്ക് മുന്നിലുണ്ടായിരുന്നു. എന്നാൽ പിന്നിൽ നിന്ന് ഫറവോൻ്റെ സൈന്യം വരുന്നു എന്ന് മനസ്സിലായപ്പോൾ മുന്നിൽ നിന്ന ദൂതൻ അവരുടെ പിൻവശത്ത് ചെന്ന് അവർക്കും മിസ്രൈമ്യ സൈന്യത്തിനും ഇടയിൽ ഒരു മതിൽ പോലെ നിൽക്കുകയാണ്. ഇതൊരു പ്രകൃത്യാതീതമാകുന്ന പ്രവൃത്തിയാണ്.
രണ്ട്, നമുക്കവിടെ മറ്റൊരു പ്രകൃതിയാതീതമാകുന്ന പ്രവൃത്തി കാണാൻ കഴിയുന്നുണ്ട്. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി അവരുടെ പിമ്പിൽ പോയി നിൽക്കുവാനിടയായി. ഇസ്രായേൽ ജനം അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവിടെ ദൈവത്തിൻ്റെ അനുകൂലത അവരുടെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞതിനാൽ സ്വർഗതുല്യമാകുന്ന ഒരു അന്തരീക്ഷത്തിലാണ് അവർ യാത്ര ചെയ്തത്. അതുകൊണ്ടാണ് പകൽ മേഘസ്തംഭമുണ്ടായിരുന്നു, രാത്രി അഗ്നിസ്തംഭമുണ്ടായിരുന്നു. പകൽ ആ കഠിനമാകുന്ന ചൂടൊന്നും അവരെ തട്ടത്തില്ല, രാത്രിയിൽ കഠിനമാകുന്ന തണുപ്പും അവരെ തട്ടത്തില്ല. ആ നിലയിലുള്ള സ്വർഗതുല്യമാകുന്ന ഒരു അന്തരീക്ഷത്തിലാണ് അവർ യാത്ര ചെയ്തിരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? പുറത്തു നിന്നുള്ളതൊന്നും അവരെ ആക്രമിക്കുവാൻ ശ്രമം നടത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആ ആക്രമണങ്ങൾ ഏൽക്കാത്ത നിലവാരത്തിൽ സുരക്ഷിതത്വമുള്ളവരായിട്ടാണ് അവർ യാത്ര ചെയ്തിരുന്നത്. ഇവിടെ ഒരു ശത്രുത്വം വെളിപ്പെട്ട സന്ദർഭത്തിൽ പിന്നിൽ നിന്ന് ഫറവോനും സൈന്യവും വരുമ്പോൾ ദൂതനാദ്യം പിന്നിൽ പോയി നിൽക്കുകയാണ്. മാത്രവുമല്ല, മേഘസ്തംഭവും പിന്നിൽ പോയി ഒരു മതിൽ പോലെ നിൽക്കുകയാണ്. മേഘസ്തംഭവും ദൂതനും അവരുടെ പിന്നിൽ പോയി അവർക്ക് വേണ്ടി സംരക്ഷണത്തെ പുറപ്പെടുവിക്കുകയാണ്. അവിടെ വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, രാത്രി മുഴുവൻ മിസ്രൈമ്യരുടെ സൈന്യവും ഇസ്രായേലിയരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ നിന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു. ആർക്ക്? മിസ്രൈമ്യർക്ക്. ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. വളരെ അത്ഭുതകരമാകുന്ന അമാനുഷിക കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ദൂതന്മാരുടെ സഹായം അവർക്ക് ലഭിക്കുന്നു, മേഘസ്തംഭത്തിൻ്റെ സഹായം അവർക്ക് ലഭിക്കുകയാണ്, ദൈവസാന്നിധ്യത്തെ കാണിക്കുകയാണ്, ദൈവസാന്നിധ്യത്തിൻ്റെ സഹായം അവർക്ക് ലഭിക്കുകയാണ്. മാത്രവുമല്ല, മിസ്രൈമ്യർക്ക് ഇരുട്ടും അവർക്ക് സംഘർഷങ്ങളുമായിരിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ആ രാത്രിയിലും പ്രകാശം, അവർക്ക് സമാധാനം, അവരുടെ നടുവിൽ ദൈവികമാകുന്ന അനുഗ്രഹം അവർക്ക് അനുഭവിക്കുവാൻ കഴിയുകയാണ്. അതുതന്നെ നമ്മുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിലും ഏതെങ്കിലും നിലയിലുള്ള പൈശാചികമാകുന്ന ആക്രമണങ്ങൾ നിങ്ങൾക്ക് വിരോധമായി വരികയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിക്കണം. പ്രത്യേകിച്ചും നാം പുതിയ നിയമവിശ്വാസികളാകുന്നുവല്ലോ, ഇവർക്ക് ലഭിച്ചതിലധികമായിട്ടുള്ള ദൈവിക സംരക്ഷണങ്ങൾ സ്വീകരിക്കുവാൻ നമുക്ക് യോഗ്യതയുണ്ട്. കാരണം നാം ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നതിനാൽ കൃപയാൽ നമുക്ക് ആ യോഗ്യത ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം പ്രവർത്തികൾ കൊണ്ടല്ല, കൃപയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ആ യോഗ്യത ലഭിച്ചിരിക്കുകയാണ്. അവിടെ ദൂതന്മാരുടെ സഹായം നമുക്ക് ലഭിക്കുവാനിട വരും. ദൈവ സാന്നിധ്യത്താൽ പൊതിയപ്പെട്ടവരായിട്ട് നമുക്ക് ആ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ കഴിയും. ലോകമനുഷ്യർക്ക് ഇരുട്ടിൻ്റെ പ്രവൃത്തികളുടെയും സ്വാധീനമുള്ളപ്പോൾ എല്ലാ കാര്യങ്ങളും പ്രതികൂലമായിരിക്കുന്നതിൻ്റെ നടുവിൽ തന്നെ നമുക്ക് വെളിച്ചവും സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ കഴിയും. അതുതന്നെയാണ് അവരുടെ ജീവിതത്തിലും സംഭവിച്ചത്. അതിനുശേഷമാണ് മോശ കടലിൻ്റെ മേൽ വടി നീട്ടുന്നത്. പ്രകൃതിയാതീതമാകുന്ന കാര്യങ്ങൾ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം പറയുന്നത് അനുസരിക്കുവാൻ തയ്യാറാകണം. പ്രകൃതിയാതീതമാകുന്നൊരു കാര്യം നടക്കുവാൻ വേണ്ടി ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ അവിടുന്ന് നമ്മോട് പറയുന്നത് വളരെ ലളിതമാകുന്ന കാര്യമായിരിക്കും. കടലിനെ വിഭജിക്കുവാൻ വേണ്ടി മോശയോട് പറഞ്ഞത്, നിൻ്റെ പക്കലുള്ള വടി നീട്ടുക. ലോകചരിത്രത്തിൽ ഇന്നുവരെയും ഏതെങ്കിലും കടൽ വിഭജിക്കപ്പെട്ട ചരിത്രമുണ്ടോ? ഇല്ല. ഏതെങ്കിലും കടൽ വിഭജിക്കുന്ന കോളേജിൽ പോയി മോശ പഠിച്ചതാണോ? ഇല്ല. വടി കൊണ്ട് കടലിനെ വിഭജിക്കാമെന്ന് ഏതെങ്കിലും പുസ്തകത്തിൽ മോശ വായിച്ചിട്ടുണ്ടോ? ഇല്ല. മാനുഷികമായിട്ട് ഇതെല്ലാം, ഈ പ്രവൃത്തികളെല്ലാം അർത്ഥശൂന്യമാകുന്ന പ്രവൃത്തികളാണ്, വിഡ്ഢിത്തരങ്ങളാണ്. മനുഷ്യന് ഇത് ഒരിക്കലും ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. എന്നാൽ അവിടെ ദൈവം പറയുന്നത് വിശ്വസിക്കുവാൻ തയ്യാറാകുന്നവർ, അവർക്കാണ് വടി കൊണ്ട് കടലിനെ വിഭജിക്കുവാൻ കഴിയുന്നത്. മോശ വടി കടലിൻ്റെ മേൽ നീട്ടിയപ്പോൾ അന്ന് രാത്രി മുഴുവൻ ഒരു കിഴക്കൻ കാറ്റ് കടലിൻ്റെ മേൽ ആഞ്ഞടിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? അതിൻ്റെ നടുവിൽ, കടലിന് നടുവിൽ ഒരു വഴി തുറക്കപ്പെടുകയാണ്. വെള്ളം മതിൽ പോലെ നിൽക്കുന്നു. ഉണങ്ങിയ നിലത്തുകൂടിയാണ് ഇസ്രായേൽ ജനം അക്കരെ കടക്കുവാനിടയായത്. ഇവിടെ ഈ സംഭവത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവരക്കരെ കയറിയതിന് ശേഷമായിട്ട് ഇവരെ അനുഗമിച്ച ഫറവോൻ്റെ സൈന്യത്തിന് എന്താണ് സംഭവിച്ചത്? അത് പ്രകൃതിയാതീത പ്രവർത്തികളുടെ ഏറ്റവും അത്ഭുതകരമാകുന്ന ഒരു സമാപ്തിയായിട്ട്, ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊരു സമാപ്തിയായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദൈവജനം അക്കരെ കയറിയതിന് ശേഷമായിട്ട് അവരെ പിടികൂടുവാൻ വേണ്ടി അതേ വഴി ഉപയോഗിക്കുവാൻ ശ്രമിച്ച മിസ്രൈമ്യ സൈന്യം ആ കടലിനകത്ത് മുങ്ങിത്താഴുവാനിടയായി.
അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരാ ഉണങ്ങിയ നിലത്തുകൂടെ അക്കരെ കയറുവാൻ വേണ്ടി അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വീണ്ടും മോശയുടെ വടി കടലിന് നേരെ നീട്ടപ്പെടുന്നു. വെള്ളം പഴയ സ്ഥാനത്തേക്ക് മടങ്ങി വരികയാണ്. മോശ അവരോട് പറഞ്ഞതുപോലെ, ഇന്ന് നിങ്ങൾ കണ്ട മിസ്രയീമിനെ ഇനി ഒരു നാളും നിങ്ങൾ കാണുവാനിട വരികയില്ല. ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഇതിന് സമാനമാകുന്ന ചില പ്രതിസന്ധികളിലൂടെയായിരിക്കും കടന്നു പോകുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല, പിന്നോട്ട് തിരിയുവാനും കഴിയത്തില്ല. മുൻപിലും പിൻപിലും വഴി അടഞ്ഞിരിക്കുന്നൊരു സാഹചര്യമാകുന്നു എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രകൃതിയാതീതമാകുന്ന ഒരു പ്രവൃത്തി യേശു ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളത് വിശ്വസിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരിക്കലും വഴി തുറക്കപ്പെടുവാൻ സാധ്യതയില്ലാത്ത ആ ഇടത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കപ്പെടട്ടെ. എതിർത്തു വരുന്ന പൈശാചിക സ്വാധീനങ്ങൾ എന്നേക്കുമായി ഇനി ഒരിക്കലും നിങ്ങളെ അനുഗമിക്കുവാൻ ഒരിക്കലും കഴിയാത്ത നിലവാരത്തിൽ അപ്രത്യക്ഷമാകുവാൻ ഇടവരട്ടെ. മോശയുടെ ജീവിതത്തിൽ മറ്റ് അനവധി പ്രകൃതിയാതീത പ്രവൃത്തികൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രകൃതിയാതീതമാകുന്ന സംഭവമാണ് ആകാശത്ത് നിന്ന് ദൈവം അപ്പം കൊഴിച്ചു കൊടുക്കുവാനിടയായി. പുറപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവരാ കൊഴിഞ്ഞു വീണ അപ്പത്തിന് മന്ന എന്ന് പേർ വിളിച്ചു. ഇസ്രയേല്യർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്താമ്പരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത് രുചിയുള്ളതുമായിരുന്നു. മരുഭൂമിയിൽ ഇവർക്ക് ഭക്ഷണം ലഭിക്കുവാൻ യാതൊരു സാധ്യതയുമില്ല. ഇവർക്കവിടെ കൃഷി ചെയ്യുവാൻ കഴിയത്തില്ല. ഇവർ ഭക്ഷണം സംഭരിച്ചല്ല മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നതും. അതിനാൽ മരുഭൂമിയിൽ ദീർഘകാലം ഇവരായിരിക്കുന്ന സന്ദർഭത്തിൽ ഇവർക്ക് പ്രകൃതിയാതീതമാകുന്ന ഒരു കാര്യം സംഭവിക്കേണ്ടത് ആവശ്യമാണ്. സൂപ്പർ നാച്ചുറൽ ആകുന്ന ഒരു കാര്യം സംഭവിക്കേണ്ടത് ആവശ്യമാണ്. അതുതന്നെയാണ് സംഭവിച്ചത്. സ്വർഗത്തിൽ നിന്ന് അപ്പം കൊഴിച്ചു കൊടുത്ത് ഇവരെ 40 വർഷം ദൈവം പോഷിപ്പിക്കുവാനിടയായി. മോശയുടെ പ്രാർത്ഥന കേട്ട് യഹോവയാകുന്ന ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. മറ്റൊന്ന്, നിങ്ങൾക്ക് പുറപ്പാട് പുസ്തകം അതിൻ്റെ 17-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ പാറയിൽ നിന്നുള്ള വെള്ളം, ഇത് സാധാരണ കാര്യങ്ങളാണോ? ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രകൃതിയാതീത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ആകാശത്തു നിന്ന് ഭക്ഷണം കൊഴിഞ്ഞു വീഴുന്നു. ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ പ്രകൃതിയാതീതമാകുന്ന നിലകളിൽ ദൈവം പ്രവർത്തിക്കുവാൻ വിശ്വസ്തനാണോ? ഉറപ്പായിട്ടും. പാറയിൽ നിന്ന് വെള്ളം അവർക്ക് ലഭിക്കുകയാണ്. 17-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പാറയിൽ നിന്ന് വെള്ളം അവർക്ക് ലഭിക്കുന്നു. മോശ പാറയെ അടിച്ചു കഴിഞ്ഞപ്പോൾ ആ പാറയിൽ നിന്ന് അവർക്ക് വെള്ളം ലഭിക്കുകയാണ്. ആ ഹോരേബ് പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ആ വെള്ളം ഒഴുകി, അതൊരു നദി പോലെ ഒഴുകി 20 ലക്ഷം പേർ ആ വെള്ളം കുടിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ആ പാറയെക്കുറിച്ച് കൊരിന്ത്യലേഖനത്തിൽ 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആ പാറ ക്രിസ്തുവായിരുന്നു. അത് ഇസ്രയേൽ ജനതയുടെ ഇടയിൽ അവർക്ക് ഒരു വിശ്വാസമുണ്ടായിരുന്നു. ആ പാറയെ മോശ അടിച്ചപ്പോൾ ആ പാറ തകർക്കപ്പെടുവാനിടയായി, പിളർക്കപ്പെടുവാനിടയായി. ആ പിളർക്കപ്പെട്ട പാറ അവരെ അനുഗമിച്ചു എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതിനുള്ള ഒരു വിശദീകരണം എന്നുള്ള നിലയിലാണ് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, ആ തകർക്കപ്പെട്ട പാറ ക്രിസ്തുവായിരുന്നു. ആ തകർക്കപ്പെട്ട പാറയിൽ നിന്ന് ഒഴുകിയ വെള്ളം, ആ വെള്ളം ഇന്നും സുലഭമായി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദാഹപരവശരാകുന്നു എങ്കിൽ ആ തകർക്കപ്പെട്ട പാറയിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളം ലഭിക്കും. ഇന്നും യേശു അതേ അളവിൽ പ്രവർത്തിക്കുവാൻ വിശ്വസ്തനാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്ന് വെള്ളം നിങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവാനിട വരും. സ്വർഗത്തിൽ നിന്ന് അപ്പം കൊഴിച്ചു തരുവാൻ അവിടുന്ന് വിശ്വസ്തനാണ്. ആത്മീകമായി നിങ്ങൾക്ക് വിശപ്പുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഭൗതിക ആവശ്യങ്ങളുടെ മുൻപിൽ നിങ്ങൾ പതറി നിൽക്കുകയാണോ? സൂപ്പർ നാച്ചുറലാകുന്ന ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? ഈ സമയത്ത് തന്നെ യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വിശ്വസ്തനാണ്. ശരീരത്തിൽ നിങ്ങൾ രോഗം അനുഭവിക്കുന്നുവെങ്കിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ യേശു അവിടുത്തെ ആണിപ്പഴുതുള്ള കരം കൊണ്ട് നിങ്ങളെ തൊടുവാനും സൗഖ്യമാക്കുവാനും ഇടവരട്ടെ. പരിശുദ്ധ പിതാവേ, യേശുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യണമേ, ഇപ്പോൾ തന്നെ അവരെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രോഗികൾക്ക് വേണ്ടി പ്രഥമമായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, രോഗബന്ധനത്തിൽ നിന്ന് അവരെ വിടുവിക്കണമേ. യേശുവിൻ നാമത്തിൽ ശരീരാവയവങ്ങളുടെ കേടുകൾ പരിഹരിക്കപ്പെടുവാനിടവരട്ടെ. തളർന്നവർ യേശുവിൻ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുവാനിടവരട്ടെ. തലച്ചോർ സംബന്ധമാകുന്ന രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുവാനിടവരട്ടെ. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ
രോഗികളുടെ മേൽ അങ്ങയുടെ കരം വെളിപ്പെടട്ടെ. രോഗികളെ തൊടണം കർത്താവേ, രോഗികളെ തൊടണം കർത്താവേ. കിടക്കയിൽ കിടന്നുകൊണ്ട് ചിലർ ഈ എപ്പിസോഡ് കാണുന്നുണ്ടല്ലോ, അവരെ തൊടണം കർത്താവേ, അവരെ ഇപ്പോൾ തന്നെ തൊടണം കർത്താവേ. ആ കിടക്ക വിട്ട് അവർ എഴുന്നേൽക്കുവാൻ തക്കവണ്ണം അവരുടെ ശരീരത്തിൽ ദൈവശക്തി വ്യാപരിക്കുവാൻ ഇടവരട്ടെ. യേശുവേ, പരീക്ഷയ്ക്കായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ. അവരുടെ ഈ വർഷത്തെ എക്സാം ഏറ്റവും അത്ഭുതകരവും വിജയകരവുമായി തീരുവാൻ ഇടവരട്ടെ. ഒരു ദൈവപ്രവൃത്തി അവരുടെ എക്സാമിൽ ആമേൻ അങ്ങയാൽ വെളിപ്പെടുവാൻ വേണ്ടി യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കുട്ടികളെ അങ്ങ് തൊടുന്നതിനാൽ, അങ്ങ് അവരുടെ മേൽ ആശീർവാദത്തെ അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് തന്നെ സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുതം സംഭവിക്കട്ടെ, ഒരു വിശാലത സംഭവിക്കട്ടെ, ഒരു വിശാലത സംഭവിക്കട്ടെ. അടഞ്ഞ വഴികൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുവാൻ ഇടവരട്ടെ. യേശു അങ്ങനെ അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വിവാഹ ജീവിതത്തിൽ തകർച്ചകൾ അനുഭവിക്കുന്നവരെ രക്ഷിക്കണം കർത്താവേ. അവരുടെ കുടുംബജീവിതത്തെ തകർക്കുവാൻ വേണ്ടി ദുഷ്ടൻ നടത്തുന്ന സകല ശ്രമങ്ങളെയും യേശുവിൻ നാമത്തിൽ ശാസിക്കുന്നു. അവരുടെ കുടുംബജീവിതം സ്വർഗ്ഗതുല്യമായി തീരുവാൻ ഇടവരട്ടെ. ഇപ്പോൾ തന്നെ അനേകരെ തൊടുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടില്ലാത്തവർ പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. തകർക്കപ്പെട്ട പാറയിൽ നിന്ന് പുറപ്പെടുന്ന വെള്ളം അത് കുടിച്ചവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആത്മീക ജീവിതത്തിൽ ഒരു മുന്നേറ്റം അവർ പ്രാപിക്കുവാൻ ഇടവരട്ടെ. തടസ്സങ്ങളെ അതിജീവിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ കരുത്ത് കൊടുക്കണമേ. ഇപ്പോൾ തന്നെ അങ്ങ് അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അത്ഭുത വഴികളെ തുറക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ജോലിയില്ലാത്തവർക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കുന്നുവല്ലോ. യേശുവിൻ നാമത്തിൽ അത്ഭുതവാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ, തുറക്കപ്പെടട്ടെ, തുറക്കപ്പെടട്ടെ. അങ്ങത് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സൂപ്പർ നാച്ചുറൽ ആകുന്ന പ്രവൃത്തികൾ അവരുടെ ജീവിതത്തിൽ കർത്താവ് അയച്ചിരിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. യേശു നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നു. വിശ്വസിക്കുക, സ്വീകരിക്കുക. യേശു നിങ്ങളുടെ കൂടെയുണ്ട്. ഗോഡ് ബ്ലെസ് യു.